ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കൊരു 99.9% കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് നമ്മളിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ എവിടെയും കേൾക്കാത്ത പേരുകളാണ്, നിങ്ങൾ ഞെട്ടും. അതുപോലെയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രാവശ്യം പാക്ക് ചെയ്തിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ബിഗ് ബോസ് സീസൺ 6 അനാലിസിസ് ആൻഡ് റിവ്യൂ വീഡിയോ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളെല്ലാം കിട്ടിയതാണ്. പിന്നെ നമുക്കറിയാം ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ മാർച്ചിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ കാരണം അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ക്ലോസ്ലി എന്തായാലും വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേരും ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സെലിബ്രിറ്റി ഇൻ്റർവ്യൂവർ എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മസ്തി വിത്ത് മസ്താനി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ മസ്താനിയാണ്. നമുക്കറിയാം നല്ല വൈറലായിട്ടുള്ള പല പല ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം മസ്താനി ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് മസ്താനി ഒരു 99% ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ മസ്താനിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ് രംഗത്ത് ഒട്ടനവധി ഫാൻസ് ഉള്ള ഒരാളാണ്. ഒരു 30 lakhs സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അവലോകനം കറക്റ്റാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ TV ഷോസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ആങ്കർ ചെയ്യുന്ന മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കും. കാർത്തിക് സൂര്യയാണ്. കാർത്തിക് സൂര്യയുടെ പേരും നമ്മൾ പല സ്ഥലത്തും കേട്ട് വരുന്നുണ്ട്. അപ്പോൾ കാർത്തിക് സൂര്യയും സെക്കൻഡ് പ്ലേസിൽ നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പേരാണ് നമ്മൾ മൂന്നാമത് കേൾക്കാൻ പോകുന്നത്. ജാസി അസിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ആ പേരിലാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത് എന്നുള്ളത്. ഈ ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തേർഡ് പ്ലേസിൽ നമുക്ക് ജാസി അസിയെ പ്ലേസ് ചെയ്യാം. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു 99% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഫോർത്ത് പ്ലേസ് നോക്കുകയാണെങ്കിൽ കേട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ മാജിക് ഷോസിലൊക്കെ ആൾക്കാർക്ക് നല്ല പോലെ പരിചയമായിട്ടുള്ള അനുമോളാണ്. അനുമോള് ചിലപ്പം ബിഗ് ബോസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു കേപ്പബിലിറ്റിയും കപ്പാസിറ്റി എല്ലാം പുള്ളിക്കാരിയുടെ ഓരോ സംഭാഷണവും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരി ഫോർത്ത് പ്ലേസിൽ നമുക്കിതിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിഫ്ത്ത് പ്ലേസിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സീമ വിനീതാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നറിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ പേരും കേട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് പ്ലേസിൽ സീമ വിനീതിൻ്റെ പേര് വെക്കാം. അതുപോലെ തന്നെ സിക്സ്ത് പ്ലേസിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽസിലാണ്. നമുക്കറിയാം ഡീറ്റ ബാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിട്ട് ഫിറ്റ്നസ് രംഗത്തിൽ ഉള്ള എന്തായാലും ഒരാൾ ബിഗ് ബോസിൽ എന്തായാലും എല്ലാ സമയവും ഒരു മോഡല്, ഫിറ്റ്നസ് മോഡല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേരാണ് നമുക്ക് ഓൾമോസ്റ്റ് വെക്കാൻ പറ്റുന്നത്. ഒരു 99% ചാൻസസും ദിൽസിലുണ്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ പല കപ്പിൾസായിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യം കപ്പിൾസായിട്ട് വരാൻ സാധ്യതയുള്ളത് നമുക്ക് ജീവ ആൻഡ് അപർണ തോമസ് ആണ്. ജീവ പല ഷോസും കാര്യങ്ങളെല്ലാം നമുക്കറിയാം, മ്യൂസിക്കൽ ഷോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ അപർണ തോമസ് വളരെ വലിയ രീതിയിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇവർ രണ്ടാളുടെയും പേരാണ് ഹോട്ട് കപ്പിൾസായിട്ട് പേര് കേൾക്കുന്നത്. അതായത് ഏറ്റവും ഇതായിട്ട് വരാൻ പോകുന്ന. ഇപ്പം നമുക്ക് വേഗം പേരുകളിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒമർ ലുലു പടത്തിൽ അഭിനേതാവായിട്ട് എത്തിയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന വിജയ് സേതുപതിയുടെ വരെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള റോഷ്ന ആൻ ആണ് അടുത്ത ഒരു ലിസ്റ്റിൽ നമുക്ക് 8ാമത്തെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്നത്. അതായത് എന്തായാലും ബിഗ് ബോസിൽ കയറുന്നുള്ളത് ഒരു 99% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതുപോലെ തന്നെ 9th പ്ലേസിൽ സ്റ്റാർ മാജിക്കിൽ നിന്ന് തന്നെ വരുന്ന വേറൊരു വ്യക്തിത്വം, അതായത് ബിനീഷ് ബാസ്റ്റിൻ വരാനുള്ള ചാൻസുകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേര് നമുക്ക് വെക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു സുധിയാണ്. രേണു സുധിയും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ആളായിട്ടുള്ള ദാസേട്ടൻ കോഴിക്കോടും അലൻജോസ് പെരേരയും ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത് പണ്ടത്തെ കാലം തൊട്ട് സീരിയലിലും സിനിമകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള മായ വിശ്വനാഥാണ്. ഇവരുടെയും കൂടി പേരാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ എന്തായാലും ഒരു 99% ആൾക്കാരും ഈ ബിഗ് ബോസിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താണ്
തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഓൺ ബിലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. നമുക്കത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100% ആൾക്കാരെ നമുക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, വീഡിയോ ലൈക്കും ചെയ്യൂ.